നമസ്കാരം. പ്രദർശനാനുമതി കൊടുത്തൊരു സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ ജനങ്ങൾ പറയുന്നു ദേശവിരുദ്ധ സിനിമയാണ്, ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കിയ പ്രൊഡ്യൂസേഴ്സ് സ്വമേധയാ സെൻസർ ബോർഡിനെ സമീപിച്ചിട്ട് ഇന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, സെൻസർ ബോർഡ് മെമ്പേഴ്സിനുണ്ട് എത്ര വിവരമില്ലെന്ന് ചോദിക്കാറുണ്ട്. എന്നെ പലരും വിളിച്ചു ചോദിച്ചു. ഞാനും സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്നു കഴിഞ്ഞ മാസം വരെ. അപ്പം സെൻസർ ബോർഡ് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു അഭിപ്രായം പറയാനുള്ള അധികാരമില്ലാത്തതുകൊണ്ട് പല സിനിമകളും എന്റെ മുമ്പിൽ കൂടെ ഞാൻ കണ്ടത് മാർക്കോ പോലുള്ള പല സിനിമകളും സെൻസറിംഗ് അനുമതി കിട്ടി സമൂഹത്തിലെത്തിയിട്ട് വളരെയധികം പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് സെൻസർ ബോർഡിനെയാണ്. സത്യത്തിൽ സെൻസർ ബോർഡ് മെമ്പേഴ്സിന് ഒരു കുറ്റം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സെൻസറിംഗ് സംവിധാനത്തിന്റെ കാര്യമെന്ന് പറയുന്നത് ഒരു സിനിമ സെൻസറിങ്ങിനായിട്ട് വരുമ്പോൾ 5 മെമ്പേഴ്സാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. സെൻസർ ബോർഡ് റീജിയണൽ ഓഫീസർ ഉൾപ്പെടെ 5 പേരാണ് സെൻസർ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിൽ 2 സ്ത്രീകൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. സെൻസർ ഓഫീസർ സ്ത്രീ ആണെങ്കിൽ ഓഫീസർ ഉൾപ്പെടെ 2 സ്ത്രീകളും ബാക്കി 3 പുരുഷന്മാരും വെച്ചിട്ട് ഒരു സിനിമ സെൻസറിംഗ് നടത്താം. 5 പേരുള്ള ഒരു കമ്മിറ്റിയാണ് സെൻസറിംഗ് നടത്തുന്നത്. ഈ 5 പേര് ആരൊക്കെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അധികാരം സെൻസർ ഓഫീസർക്കാണ്, റീജിയണൽ ഓഫീസർക്കാണ് ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം. എന്നെ പലപ്പോഴും വിളിച്ചിട്ടുള്ളത് ഈ ചെറിയ സിനിമകൾക്കാണ് സെൻസറിംഗ് വിളിക്കാറുള്ളത്. വളരെ അപൂർവമായിട്ട് കൊമേഴ്സ് സിനിമയ്ക്ക് ഇപ്പറയുന്ന സിനിമകൾക്കൊക്കെ എന്നെ വിളിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ സിനിമയെ കണ്ട വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കുക, അനലൈസ് ചെയ്തിട്ട് എന്റെ അഭിപ്രായം പറയുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ നമ്മൾ കണ്ടു കഴിയുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു പേപ്പർ തരും. ഈ പേപ്പറിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെക്കാം. അഭിപ്രായം രേഖപ്പെടുത്തി വെച്ചിട്ട് ഫുൾ സിനിമയും കഴിഞ്ഞിട്ട് സ്ക്രീനിന് മുമ്പിലിരിക്കുന്ന മേശക്കരിക്ക് നമുക്ക് പോയി ഇരുന്ന ഒരു ഡിസ്കഷൻ പങ്കെടുക്കാം. സെൻസർ ഓഫീസർ അവിടെ ഇരിക്കും. അദ്ദേഹത്തിന് മുമ്പിൽ നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മൾ എഴുതിയ അഭിപ്രായങ്ങൾ പറയാം. അതെല്ലാം കൂടെ ചർച്ചയ്ക്ക് വെക്കും. പലരും പല അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഒരു സമന്വയത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ സെൻസർ ഓഫീസറോട് ഇതാണ് ശരി, ഇന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഇന്ന ഭാഗങ്ങളൊക്കെ വെട്ടിമുറിക്കണം എന്നൊക്കെ പറയും. ചിലപ്പം ഞാൻ ചില സിനിമകളൊക്കെ വളരെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ മജോറിറ്റി ഇല്ല, 5 പേരില് മജോറിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായം തള്ളിപ്പോകുന്ന പല സാഹചര്യങ്ങളും എന്നെ സംബന്ധിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിന്റെ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ബഹുമാനിച്ച് നമ്മൾ ഉണ്ടായിരിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ പല സിനിമകളും ഇപ്പം ഒരു നഗ്ന പ്രദർശന ഭാഗങ്ങൾ വെട്ടിമുറിക്കാൻ കാണിക്കുന്ന വ്യഗ്രതയൊന്നും ഈ പറയുന്ന ലൂസിഫർ പോലുള്ള സിനിമകൾ സമൂഹത്തിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ മനസ്സിലാക്കി വെട്ടിമുറിക്കാനുള്ള വ്യഗ്രതയൊന്നും പലപ്പോഴും കാണിക്കാതെ പോയത് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതൊരിക്കലും എനിക്ക് തോന്നുന്നു ബോധപൂർവ്വം ഏതെങ്കിലും വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനൊന്നുമല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സെൻസർ ബോർഡ് മെമ്പേഴ്സിന് ഒരു ആർട്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ സെൻസർ ബോർഡ് മെമ്പറായിട്ട് വരുന്ന സമയത്ത് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പറയാറുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും സിനിമ എന്ന് പറയുന്നത് ആർട്ടാണ്. ഈ ആർട്ടിനെ മനസ്സിലാക്കി നമുക്ക് അതിന്റെ കത്രിക വെക്കാൻ ശ്രമിക്കണമെന്നുണ്ട്. സ്വാഭാവികമായിട്ട് ശരിയാണ്, ഒരു കത്രിക എങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുന്ന കത്രിക ഒരു പേഷ്യന്റെ ശരീരം കീറി മുറിക്കുമ്പോൾ അതേ കത്രിക ഒരു കൊലപാതകി ഒരാളുടെ ജീവൻ എടുക്കുന്നതും രണ്ട് തലമാണ്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലായിരിക്കും സെൻസർ ബോർഡിനെ സെൻസറിങ്ങിനെ സമീപിക്കേണ്ടതെന്ന് നമുക്ക് ഓറിയന്റേഷൻ സമയത്ത് തന്നെ പറയാറുണ്ട്. പക്ഷേ ഒരു സിനിമയെ അനലൈസ് ചെയ്യാനുള്ള ഒരു തലച്ചോറ് നമ്മൾ പലപ്പോഴും കാണിക്കണം. ഇപ്പൊ ആർട്ടാണ്, പക്ഷെ ആർട്ടിൽ എന്തും പറയാനുള്ള ഒരു അധികാരം നമുക്കില്ല. നമ്മൾ പറയുന്ന ആർട്ട് സ്വാധീനിക്കുന്ന ഒരു വിഭാഗത്തെ, വലിയൊരു വിഭാഗം ജനങ്ങളെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിനിമയുടെ ഇന്ന കണ്ടന്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ അത് സമൂഹത്തിൽ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കും, അത് എങ്ങനെയാണ് അടുത്ത തലമുറയെ മോശമായി ബാധിക്കുന്നത്, അല്ലെ ദേശത്തെ മോശമായി ബാധിക്കുന്നെന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു തലച്ചോറ് ഓരോ മെമ്പേഴ്സിനും ഉണ്ടായിരിക്കണം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഒരു പോരായ്മ എനിക്ക് പലയിടത്തും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സെൻസർ ബോർഡ് മെമ്പറെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താണ് ക്രൈറ്റീരിയ എന്ന് പോലും എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഇത് വലിയൊരു ജോബാണ്. കാരണം നമ്മുടെ മുമ്പിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ചിന്ത ഒരു സിനിമയായി വന്നിട്ട് ആ സിനിമ നാളെ സൊസൈറ്റിയിലേക്ക് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിനെ സ്ക്രീൻ ചെയ്യാൻ അധികാരപ്പെടുത്തിയവരാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ തങ്ങളുടെ ജോലിയെ കണ്ട ആൾക്കാരാണ് സെൻസർ ബോർഡിൽ ഇരിക്കേണ്ടതും സെൻസർ ബോർഡിൽ വരേണ്ടതും തിരഞ്ഞെടുക്കേണ്ടതും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ പ്രോസസ്സിലേക്ക് ഞാൻ വരാം. ആ സിനിമ നമ്മളെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞ് തർക്കിച്ച് ഇപ്പൊ മജോറിറ്റിക്ക് അഭിപ്രായം സെൻസർ ഓഫീസർ എടുത്തു കഴിഞ്ഞ് സെൻസർ ഓഫീസർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള അധികാരമില്ല. പിന്നെ സെൻസർ ഓഫീസറാണ് സംസാരിക്കേണ്ടത്. അപ്പം നമ്മളൊരു അഭിപ്രായം ഏകോപനത്തിൽ വന്നിട്ട് സെൻസർ ഓഫീസറോട് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ഓഫീസർ അപ്പോഴെന്ത് ചെയ്യും, പ്രൊഡ്യൂസറെ അധികാരപ്പെട്ടവരെയും അവിടേക്കും നമ്മുടെ ചർച്ചയിലേക്ക് വിളിക്കും. പിന്നെ നമുക്ക് സംസാരിക്കും. സെൻസർ ബോർഡ് മെമ്പേഴ്സിന് സംസാരിക്കാനുള്ള അധികാരമില്ല. നമ്മൾ മ്യൂട്ടാണ്, മിണ്ടാതിരുന്നോണം. അപ്പൊ അദ്ദേഹമാണ് ഈ പ്രൊഡ്യൂസേഴ്സോട് സംസാരിക്കുന്നത്. എന്തായാലും ഈ സെൻസർ ബോർഡ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിലും ആ തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ആ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന അനലൈസേഷന്റെ വീഴ്ചയാണ് പല സിനിമകളെ സൊസൈറ്റിയിലേക്ക് കടത്തിവിടുന്നത്. അല്ലാതെ ഞാൻ 2 വർഷക്കാലം സെൻസർ ബോർഡിൽ പങ്കെടുത്ത സമയത്ത് എന്നോട് ഒരാളും ഒരു വിഭാഗത്തിന്റെ സിനിമകളെ സപ്പോർട്ട് ഈ വിഭാഗത്തിന്റെ സിനിമകൾ ഒഴിവാക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ മെമ്പേഴ്സിനോട് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം വളരെ സംശുദ്ധമായ ഒരു പ്രോസസ്സാണ് സെൻസർ ബോർഡിൽ നടക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ പല മതവിഭാഗത്തെയും മോശമായി ചിത്രീകരിച്ച സിനിമകൾ എന്റെ മുമ്പിൽ കൂടെ വന്ന സമയത്ത് ഞാൻ എന്നെ വിമർശിച്ചിട്ടുണ്ട്. ഏത്
വിഭാഗത്തെ അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്. എന്തായാലും ഈ എമ്പുരാനിൽ വന്ന ഒരു വീഴ്ച സെൻസർ ബോർഡിനെ സംബന്ധിച്ചുള്ള വലിയൊരു മാനക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് എനിക്ക് സെൻസർ ബോർഡ് മെമ്പേഴ്സിനെ നമ്മൾ വിരൽ ചൂണ്ടാതെ നമ്മൾ അതിന്റെ പുറകെയുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ച് ചിന്തിക്കണം. അതിന്റെ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു സെൻസർ ബോർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താണ് മാനദണ്ഡം എന്നുള്ളത് നമ്മൾ ശക്തമായിട്ട് വിലയിരുത്തിയിട്ട് വേണം മെമ്പറെ തിരഞ്ഞെടുക്കാൻ. വേണ്ടി വന്നാൽ അവരെ ഇന്റർവ്യൂ നടത്തി അവരുടെ എത്രമാത്രം അവർക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു സിനിമയെ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ള ഒരു തലം നമ്മൾ അനലൈസ് ചെയ്തിട്ട് മാത്രമേ സെൻസർ ബോർഡ് മെമ്പേഴ്സ് ഞാനായപ്പോൾ ആരായാലും നമ്മൾ തിരഞ്ഞെടുക്കാവുന്ന ഒരു കാര്യം എനിക്ക് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇത് വളരെ ഗൗരവത്തോടെ തന്നെ സെൻസറിംഗ് സംവിധാനത്തെ കാണേണ്ടത് വളരെ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ നമ്മൾ ഓരോ മെമ്പേഴ്സിനെയും വെറുതെ വിരൽ ചൂണ്ടാതെ അവരുടെ നിസ്സഹായാവസ്ഥ നമ്മളത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഇത് എന്നെ വല്ലാതെ മാനസികമായിട്ട് വിഷമിപ്പിച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു അധികാരപ്പെടുത്തിയ ആൾക്കാരുടെ മുമ്പിൽ കൂടെ അവരത് മനസ്സിലാക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിലെ ആൾക്കാർ അതിനെ വിരൽ ചൂണ്ടിയിട്ട് വീണ്ടും അവിടേക്ക് ചെന്ന് മുറിച്ചു മാറ്റേണ്ട ഗതികേട് അത് വളരെ വളരെ ഗൗരവത്തോടെ തന്നെ കാണുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.